നമസ്കാരം. ഇന്ന് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അൺട്രീറ്റഡ് ഫൈമോസിസ്, അതായത് ഫൈമോസിസ് കണ്ടുപിടിച്ചു ചികിത്സിക്കാതിരുന്നാൽ വരുന്ന കോംപ്ലിക്കേഷൻസിനെ കുറിച്ചാണ്. അതിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യം, നേരത്തെ നമ്മൾ പ്രീ മാലിഗ്നൻ്റ് കണ്ടീഷനെ കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ ഓൾറെഡി ഇത് ക്യാൻസറിൻ്റെ ഗ്രോത്ത് ആയി കഴിഞ്ഞു. ഇതാണ് ഈ നമ്മൾ ഫൈമോസിസ് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ വരുന്ന ഏറ്റവും വലിയൊരു കോംപ്ലിക്കേഷൻ ഇതാണ്. ഇതിപ്പോൾ നമ്മൾ സ്കിന്നിൻ്റെ അവിടുന്ന് ഇത് ഗ്ലാൻസ് പെനീസിലോട്ട് നമ്മളത് കയറി പിടിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു സ്റ്റേജ് നമ്മൾ വരാൻ പാടില്ല. വന്നു കഴിഞ്ഞാൽ സാധാരണ സർക്കംസിഷൻ കൊണ്ട് അത് മാറത്തില്ല. അതുകൊണ്ട് ഇങ്ങനെ ഒരു സ്റ്റേജാണ് അതിൻ്റെ കോംപ്ലിക്കേഷൻ. നമ്മൾ ചെയ്തില്ലെങ്കിലുള്ള ഒരു കോംപ്ലിക്കേഷനെ കുറിച്ച് ഞാൻ കാണിച്ചെന്നുള്ളതേ ഉള്ളൂ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് കൂടുതലായിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കി ആദ്യം ഇതിൽ നിന്ന് ബയോപ്സി എടുത്തിട്ട് ക്യാൻസർ ആണോ ഇല്ലയോ എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ക്യാൻസർ ആണെങ്കിൽ ചിലപ്പം ഇത് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ഭാഗം നമ്മൾ എടുത്ത് കളഞ്ഞാൽ മതിയായിരിക്കും. ഇല്ലായെങ്കിൽ ഇത് അകത്തോട്ട് വ്യാപിച്ചിട്ടുണ്ടെന്ന് കണ്ടാൽ ഈ പെനിസിൻ്റെ ഒരു പാർട്ടൂടെ ചിലപ്പോൾ റിമൂവ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനൊരു സംഭവം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ഫൈമോസിസ് കണ്ടാൽ ട്രീറ്റ് ചെയ്തോണം. ഒരു കാരണവശാലും നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനൊരു പ്രോബ്ലത്തിൽ നമ്മൾ വരാനായിട്ട് ഇട കൊടുക്കരുത്. ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പം ഒന്നിയിൽ നമ്മളിത് എടുത്ത് കളയണം. ഇത് വെച്ചുകൊണ്ട് നമുക്ക് പോകത്തില്ല. സർക്കംസിഷൻ ചെയ്ത് കഴിഞ്ഞാൽ ബയോപ്സിയും സർക്കംസിഷനും കൂടെ ഒന്നിച്ച് ചെയ്യും. അതിനുശേഷം ഇത് ക്യാൻസർ എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ വന്നിരിക്കുന്ന ലീഷൻ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അവിടെ റിമൂവ് ചെയ്യണം. റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ പേഷ്യൻറ്റിനെ നമ്മൾ ഫോളോ അപ്പിൽ വെക്കണം. കാര്യം എപ്പം വന്നാലും ഇതിന് റെക്കറൻസ് വരാം. ചിലപ്പോൾ ഇത് കൂടുതലായിട്ട് അകത്തോട്ട് പോയിട്ടുണ്ടെങ്കിൽ പെനീസിൻ്റെ ഒരു പാർട്ട് കൂടെ നമ്മൾ റിമൂവ് ചെയ്യേണ്ടി വരും. നന്ദി. മറ്റൊരു വിഷയമായി വീണ്ടും വരും.